എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കിട്ടും അല്ലേ, നമ്മുടെ പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ എലോഹിം വർഷിപ്പ് സെൻറ്ററിൽ ഒരു സംഭവം നടന്നു. അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഒരു കുഞ്ഞിനെ, ഒരു 17 വയസ്സുകാരനെ അവിടുത്തെ ജീവനക്കാർ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ്, അതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അവരുടെ ആരാധനയെ വരെ തടസ്സപ്പെടുത്തി, സൺഡേ ആരാധന വരെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഓർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഓരോ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഓരോ ബന്ധുക്രിസ്തുകാരും അഭിമുഖീകരിക്കുന്നതാണ്. ഓർക്കുക, നമ്മൾക്ക് വിരോധമായിട്ട് ശത്രു ഇങ്ങനെ വ്യക്തികളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ തകർത്ത് കളയുവാനായിട്ട് ശത്രു ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അല്ല ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്, അല്ലേ, ആ ചെറുക്കനെ ഉപദ്രവിച്ചത് ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാരാണ് ഉപദ്രവിച്ചത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളുണ്ടായി ഉപദ്രവിച്ചതായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നതാരാണ്? ഈ മനുഷ്യനാണ് വില കൊടുക്കേണ്ടി വന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനകത്താണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞും ഇപ്പോൾ വില കൊടുക്കേണ്ടി വന്നത് ആരാണ്? ഇദ്ദേഹമാണ് വില കൊടുക്കേണ്ടി വന്നത്, അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടി ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് അവരുടെ ക്ഷമയൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ നമ്മൾ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയുവാനുള്ളൊരു സമയം കൂടി കണ്ടെത്തണം. അദ്ദേഹം അതൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ചോദിച്ചറിയണം. അപ്പോൾ അവരവരുടെ വിഷയങ്ങൾ പറയും. കാരണം അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അധികാരി ഉണ്ട് എന്ന് കണ്ടു കഴിയുമ്പോൾ അവർ കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയാകും. ഇത്രയും ഇങ്ങനെ എന്താ പറയുക, മീഡിയക്കാരുടെ അടുത്തോട്ട് പ്രശ്നങ്ങൾ പോകാതെ അത് ഹാൻഡിൽ ചെയ്യുവാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, എന്തായാലും സംഭവിച്ചു പോയി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഇതുപോലെയുള്ള ഇപ്പം അത് ആരുടെ ഒരു സ്ഥാപനങ്ങളാണെങ്കിലും അവർ ഫ്രീ ആയിട്ട് ചെയ്യും. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന ഒരു പണികളൊക്കെ അവർ ചെയ്യിപ്പിക്കും. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, അതെല്ലാ സ്ഥലത്തുമുണ്ട്. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും നടത്തുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാതാ അമൃതാനന്ദമായി അവരുടെ ആ ഒരു മഠത്തിൻ്റെ അവിടെ എടുത്താലും അവിടെയും അവിടെ നിൽക്കുന്ന ആൾക്കാരെയും കൊണ്ടൊക്കെ തന്നെയാണ് അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം മദ്രാസുകളിലോ ഇനിയിപ്പോൾ അതുപോലെയുള്ള അവർ നടത്തുന്ന അനാഥ മന്ദിരങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കുട്ടികളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിക്കും. അതെല്ലായിടത്തും അങ്ങനെ ഉള്ളതാണ്, ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇനി അടുത്തത് എന്താണ്, നമ്മൾ ഇത് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെയും അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവരോട് പറയണം, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ, അപ്പോൾ കുറച്ചൊക്കെ നമ്മളെ സഹായിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ അവരോട് പറയുക. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുവാൻ അവർക്ക് പറ്റുമെങ്കിൽ അവർ നിൽക്കട്ടെ, ഇല്ല എങ്കിൽ അവർ പോട്ടെ. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതൊക്കെ അവർ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അതിനെക്കുറിച്ച് പറയാനുള്ള അറിവും ഒന്നും എനിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ സൺഡേ ആരാധന തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ അവിടെ വിശ്വാസികൾ കിടന്നിട്ട് ഒത്തിരി ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഒരു അങ്കിളിൻ്റെ ഒരു കാറിൽ പോയി ഒരു സംസാരങ്ങളൊക്കെ കേട്ടു. അതൊക്കെ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോളായിട്ട് മാറുവാനായിട്ട് ഇടയായി. എന്താണ്, അദ്ദേഹത്തെ ഒരു കോമാളിയായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഓർക്കുക, നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തുന്നത് ആരാ? നമ്മളുടെ ദൈവമാണല്ലേ. ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ കുറച്ച് ആൾക്കാർ വീക്കാന്ന് കണ്ടു കഴിയുമ്പോൾ അവരവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ശ്രമിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടമാണ്. അവർ ഒന്നിനും പ്രതികരിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളും ഒരു ചിന്തകളും ഒക്കെ ആർക്കുണ്ട്? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകൾക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരത് മുതലെടുക്കുവാനായിട്ട് ശ്രമിക്കും. ഇവർ അനങ്ങത്തില്ല, ഇവർ എന്ത് ചെയ്താലും ചോദിക്കുവാനും പറയുവാനും ആരുമില്ല, അവരനങ്ങത്തില്ല എന്നൊക്കെയുള്ളൊരു ധാർഷ്ട്യം എതിർസ്ഥാനത്ത് നിൽക്കുന്നവർക്കുണ്ടാകും. ഇത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല, ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാരും ഒക്കെ നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളെ അടിച്ചൊതുക്കുവാനായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ശ്രമിക്കും. അത് ചിലപ്പോൾ അവരുടെ പവർ കൊണ്ടാകാം, അധികാരങ്ങൾ കൊണ്ടാകാം, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവർ അതിനെതിരെയായിട്ട് നമ്മളെ അടിച്ചൊതുക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ വരുന്നത് പോലെ തന്നെ നമ്മൾ അവരോട് തിരിച്ച് പ്രതികരിക്കുവാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും.
എന്ന് വെച്ചാൽ അവർ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ വരും. പക്ഷേ നമ്മൾക്ക് അതിനുള്ള ബലമില്ല, നമ്മൾക്ക് അത്രയും ശക്തിയില്ല, നമ്മൾ നിസ്സഹായരാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരുടെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം? നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കാരണം ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക അല്ലേ, സഭാപ്രസംഗി 5-ാം അധ്യായം അതിൻ്റെ 8 തൊട്ട് 9 വരെയുള്ള വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. എന്ന് വെച്ചാൽ ചില അധികാരങ്ങൾ കൊണ്ടോ പണത്തിൻ്റെ പവർ കൊണ്ടോ ഒക്കെ നമ്മൾക്കെതിരെ ശത്രു എഴുന്നേറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അടിച്ചൊതുക്കുവാൻ, നമ്മളെ അടിമകളാക്കുവാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ദൈവം എന്ന് പറയുന്ന നമ്മളുടെ ദൈവം ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കത്തൊന്നുമില്ല, ദൈവം ഉറങ്ങത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ചൊരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചൊരു കാര്യം, കർത്താവ്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല, അപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയോ, ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുവാനായിട്ടിടയായി. പക്ഷേ അതിൻ്റെ മറുപടി എനിക്ക് നെക്സ്റ്റ് ഡേയിൽ തന്നെ ദൈവം തരുവാനായിട്ടിടയായി. ദൈവം ഉറങ്ങിയിട്ടുമില്ല മയങ്ങിയിട്ടുമില്ല, ദൈവം ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചതാണ്. എന്തിനാ? ദൈവത്തിൻ്റെ പവർ ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾക്കെതിരെ നിൽക്കുന്ന ശത്രു ഒന്ന് അറിയണം, ഇവരാരാധിക്കുന്ന ദൈവം ആരാണെന്ന് ഇവരറിയണം. കാരണം ഇവർ പുറമേ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ഒന്നുമില്ലാത്തൊരു സാധാരണക്കാർ, നമ്മളെ കൊണ്ട് ശക്തിയില്ല, നമ്മൾക്ക് പവറില്ല, നമ്മൾ കുറച്ചൊരു കൂട്ടമാണല്ലേ, അത്രയേ ഉള്ളൂ, മൈനോറിറ്റിയാണ് ആര്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആ ദൈവത്തിനൊന്ന് വെളിപ്പെടുത്തണം. അപ്പോൾ ഈ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങൾക്കകത്തൂടെ ദൈവം നമ്മളെ കടത്തിവിടും. അവിടെ നമ്മളെ ദൈവം കൈവിട്ടിട്ട് പോകത്തില്ല, ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കും. എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്? ദൈവത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തും. ചില വ്യക്തികളെ നമ്മൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. ചില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഇനി അതുകൂടാതെ അധികാരികളുമായിട്ട് ബന്ധമുള്ള ചില വ്യക്തികളെ ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ മല്ലുപിടിക്കുവാൻ പോകണ്ട, നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നാൽ മതി. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് വിലയുണ്ടാകത്തില്ല. ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ അറിയാം അല്ലേ, എല്ലാ ഇതിനകത്തും ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ശബ്ദങ്ങളൊന്നുമല്ല, എല്ലാം പ്രതികൂലമായിട്ടുള്ള ശബ്ദങ്ങളാണ് വരുന്നത്. അവർക്ക് ആൾക്കാർ എപ്പോഴും എന്തിൻ്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്? എവിടെയാണോ സ്ട്രെങ്ത് അതിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകാം. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവം എന്താണ്, ദൈവത്തിൻ്റെ ആ മഹാശക്തി ദൈവം നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതാണ് നമ്മളുടെ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് കാണുവാനായിട്ട് കഴിയും അല്ലേ. അവിടെ എന്താണ്, 14-ാം അധ്യായത്തിനകത്ത് ദൈവം ഇവരെ 430 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ കൊണ്ടുപോവുകയാണ് അല്ലേ. എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക എന്ന് പറഞ്ഞു ദൈവം അവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഇവരെ എന്താണ്, ഇവരൊരു ചെങ്കടലിൻ്റെ മുന്നിലങ്ങ് വന്ന് നിൽക്കുക. 2 സൈഡിലും മലനിരകളാണ്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇവർക്ക് എന്താണ്, ഇവരെ ചെങ്കടലിൽ കൊണ്ട് നിർത്തിയേക്കുക. നമ്മൾ ബൈബിൾ മുൻപോട്ട് വായിക്കുമ്പോഴറിയാം വേറെ വഴിയും ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം അതിലേക്കൂടെ കൊണ്ടുപോയില്ല. ദൈവം ഇതിലേക്കൂടെ തന്നെയാണ് കൊണ്ടുവന്നത്, ഈ പ്രതിസന്ധിയിൽ കൂടിയാണ് കൊണ്ടുവന്നത്. എന്തിനായിരുന്നു കൊണ്ടുവന്നത്? ദൈവത്തിൻ്റെ പവർ അവർക്കും വെളിപ്പെടുത്തി കൊടുക്കണം. ഇവരെ പീഡിപ്പിച്ച ശത്രുവിനും അല്ലെങ്കിൽ ഇവരെ ഭയപ്പെടുത്തി ഇവരെ പിന്തുടരുന്ന ആ ഫറവോന്യ ശക്തിക്കും ദൈവത്തിനൊന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമായിരുന്നു അല്ലേ. ദൈവത്തിൻ്റെ പവർ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമായിരുന്നു. കാരണം ഫറവോന് മനസ്സിലായില്ല. ഫറവോന് കുറേ അടികളൊക്കെ ദൈവം കൊടുത്തു, പക്ഷെ അവിടെയൊന്നും ഫറവോൻ തിരിച്ചറിഞ്ഞില്ല, ഈ ദൈവത്തിൻ്റെ പവർ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അവൻ ആ പവർ തിരിച്ചറിഞ്ഞ് കൊടുക്കത്തക്ക വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി അല്ലേ. അവിടെ എന്താ സംഭവിച്ചത്? ഇവരുടെ പുറകെ വന്നു. ഫറവോൻ ചുമ്മാ വരുവാണോ ചെയ്തത്? അല്ല, ഫറവോൻ രഥത്തിൽ കയറിയല്ലേ, രഥത്തിൻ്റെയും കുതിരകളുടെയും ഒക്കെ പുറത്ത് കയറി വന്നു. എന്നിട്ട് എന്താണ്, ഇവർ പട്ടാളവും എല്ലാമായിട്ടാണ് വന്നത്, എല്ലാ സാഹചര്യങ്ങളുമായിട്ടാണ് ഇവരുടെ പുറകെ വന്നത്. അപ്പോൾ ഇവരുടെ പുറകെ വന്നു എന്ന് മാത്രമാണോ? അല്ല, ഇവരെന്താ പറഞ്ഞത്? ഈ ഫറവോനും സൈന്യവും പറഞ്ഞു, ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ ഞാൻ അവരെ വിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് പുറകെ വരുന്നത്. പക്ഷേ അവർക്ക് തൊടാൻ പറ്റിയോ? ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണികളെ തൊടാൻ പറ്റിയോ? പറ്റിയില്ല. കാരണം എന്താ? അവരുടെ മുൻപിൽ പോയിരുന്ന ദൂതനെ ദൈവം എങ്ങോട്ട് നിർത്തി? പുറകോട്ട് നിർത്തി. എത്ര ദൂതനുണ്ടായിരുന്നു? ഒറ്റ ദൂതനെയാണ് നിർത്തിയത്. ഇവിടെ വലിയ ഫറവോന്യ സൈന്യം
സൈന്യം എന്താണ് ആർത്തുല്ലസിച്ചങ്ങോട്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് വന്നു. അവരെ ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ വെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരൊറ്റ ദൂതൻ മതിയായിരുന്നു ഇവരെ കൈകാര്യം ചെയ്യാൻ, അല്ലേ? അവരെ എന്താണ് അവരെ തടഞ്ഞു നിർത്തി, അല്ലേ? ഇവരും തമ്മിൽ അടുക്കാതെ വണ്ണം മേഘസ്തംഭവും വന്നു. അതുകൂടാതെ ഒരൊറ്റ ദൂതൻ നിന്നു, അല്ലേ? ഇവർ തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യത്തിൽ ഒരു മതിൽ പോലെ ഒരൊറ്റ ദൂതനെ ദൈവം അങ്ങ് ഇറക്കി നിർത്തി. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഒരൊറ്റ ദൂതൻ്റെ പവർ, അല്ലേ? ഇതൊക്കെ നമ്മൾ പല അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാ. ദൈവത്തിൻ്റെ ദൂതൻ്റെ പവർ കണ്ടതാ. അവിടെ അങ്ങ് ഇറക്കി നിർത്തി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾ അവിടെ അവരുടെ ആ നിസ്സഹായതയിൽ നിന്ന് അവർ മിസ്രൈമ സൈന്യത്തിൻ്റെ നേരെ വാളും പരിചയമായിട്ട് പോവുകയാണോ ചെയ്തേ? അല്ല. എന്താ ചെയ്തത്? അവരവിടെ നിലവിളിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. പിന്നെ മോശയോട് പിറുപിറുത്തു, അവരുടെ ആ സാഹചര്യത്തിൽ നിന്ന് അവർ പിറുപിറുത്തു. ഈ മോശയും എന്താ ചെയ്തത്? ദൈവത്തോടങ്ങ് നിലവിളിച്ചു. അന്നേരം ദൈവം എന്താ പറഞ്ഞേ? നിന്റെ കയ്യിൽ എന്താ തന്നിരിക്കുന്നത്? അധികാരത്തിൻ്റെ വടിയാണ് തന്നിരിക്കുന്നത്. മോശ നീ അങ്ങ് നീട്ടിക്കോളാൻ പറഞ്ഞു. അതിന് മുൻപേ മോശ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു. മോശ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്? മോശയെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ കൂട്ടത്തിൽ കരയുവാണോ ചെയ്തത്? അല്ല. അവരോട് പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോളാൻ പറഞ്ഞു. എന്നിട്ടാണ് മോശ നിലവിളിച്ചത് ദൈവത്തോട്, അല്ലേ? എന്നിട്ട് ദൈവത്തോട് ഇവിടെ എന്താണ് പോസിറ്റീവ് വാക്ക് ജനത്തോട് പറഞ്ഞു. എന്നിട്ട് ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ അധികാരം അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന വടി, അത് നീ എന്ത് ചെയ്യണം? അധികാരത്തിൻ്റെ വടി, അത് നീ അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. എന്നിട്ട് അതിനോടങ്ങ് കൽപ്പിക്കാൻ പറഞ്ഞു, കടലിനോട് കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ കൽപ്പിച്ചപ്പോൾ ദൈവം അവിടെ ചുമ്മാ ഇരുന്നോ? ഇല്ല. ദൈവം രാത്രി മുഴുവൻ ഏറിയ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, അല്ലേ? എന്നിട്ട് എന്താണ്? ഇത് രണ്ടായിട്ടങ്ങ് പിളർന്നു നിന്നു. എന്ത്? ഈ ചെങ്കടൽ രണ്ടായിട്ടങ്ങ് വഴിമാറി. എന്നിട്ട് ഉണങ്ങിയ നിലത്തൂടെ തൻ്റെ ജനത്തെ അക്കരെ കടത്തുവാനുള്ള വഴി ദൈവം തുറന്നു. എന്നിട്ട് ഈ ജനം അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ പുറകെ ആരും വന്നു? മിസ്രൈമ സൈന്യവും അങ്ങ് പുറകെ വന്നു. അപ്പോൾ അവർ വിചാരിച്ചു, ഇത് ഞങ്ങൾക്കും കൂടി അങ്ങ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഈ വഴി കൂടെ ഞങ്ങൾക്കും കൂടി അങ്ങ് പുറകെ പോയിട്ട് ഇവരെ അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നോ? നടന്നില്ല. ദൈവം എന്താ പറഞ്ഞു? ദൈവം അതിനു മുൻപേ ദൈവം അവിടെ നിന്ന് നോക്കി, അല്ലേ? ദൈവം മേഘസ്തംഭത്തിൽ നിന്ന് നോക്കിയിട്ട് എന്നാ ചെയ്തത്? അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ അവർ വിചാരിച്ചു അവർ പറയുന്നിടത്ത് ഇത്രയും നാളും അവരുടെ രഥവും രഥചക്രങ്ങളും ഒക്കെ നിന്നത്. അവരുടെ അധികാരം വെച്ച് അവർ പുറകെ വന്നത്, അവരുടെ പണവും പവറും വെച്ചിട്ട് അവർ പുറകെ വന്നത്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ അവരുടെ സകല പ്രവർത്തനങ്ങളെയും താളടിയാക്കി കളഞ്ഞു, അല്ലേ? എന്നിട്ട് എന്താണ്? അവരെ ആ ചെങ്കടലിനകത്ത് ദൈവം അങ്ങ് മുക്കിക്കളയുവാനായിട്ടിടയായി. അവർ തിരിച്ചറിഞ്ഞു. അവർ മാത്രമല്ല, ചുറ്റുമുള്ള രാജാതികളൊക്കെ അറിഞ്ഞു. എന്താ അറിഞ്ഞത്? ഈ ദൈവത്തിൻ്റെ കൺമണികൾക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി അവിടെയുള്ള എല്ലാ ജാതികളും അറിയുവാനായിട്ടിടയായി, അല്ലേ? അതുകൊണ്ടാണ് ഇവർക്ക് പിന്നീട് അങ്ങോട്ട് കടന്നു പോകുവാൻ സ്ഥലം ചോദിച്ചിട്ട് പോലും ആരും കൊടുക്കാതിരുന്നത്. ആ ഭയം ഉള്ളത് കൊണ്ടാണ്. അവർ ഈ ശ്രുതി കേട്ടു. അങ്ങനെ അവിടെ മുഴുവൻ ഈ ശ്രുതി വരുന്നു. ഇന്നും നമ്മളിത് വായിക്കുന്നില്ലേ? ഇന്നും ബൈബിൾ വായിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് ദൈവം ഇത് എഴുതി വെപ്പിച്ചിട്ടില്ലേ? എന്തിനാ വെപ്പിച്ചിരിക്കുന്നത്? നമ്മളൊന്ന് സാധാരണക്കാരല്ലെന്നേ. മനുഷ്യൻ നമ്മളെ സാധാരണക്കാരായിട്ട് കണക്ക് കൂട്ടും. നമ്മൾക്ക് ചോദിക്കുവാനും പറയുവാനും ആരുമില്ല, നമ്മൾക്ക് ബലമില്ല, നമ്മൾക്ക് ശക്തിയില്ല, നമ്മൾക്ക് പവറില്ല, പണമില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇത്? ഞാൻ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല, മൊത്തത്തിൽ നമ്മളുടെ ഒരു ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന ബന്ധുവസ്തുകാരായിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നൊക്കെ ഒരു മഹനീയ കാര്യം ഞാനൊന്ന് പറയുകയാണ്. നമ്മളൊക്കെ ഏത് വിഷയങ്ങളിലൂടെ കടന്നു പോയാലും നമ്മളെ മുക്കിക്കളയും, നമ്മളുടെ സമാധാനം കെടുത്തും. ചിലപ്പോൾ ചോദിക്കും, ദൈവമേ, അല്ലേ? നമ്മളെ ഏലിയാവിനെ പോലെ ചോദിക്കും, കർത്താവേ മതി, യഹോവേ എൻ്റെ ജീവനെ തന്നെ അങ്ങ് എടുത്തോണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് നിലവിളിക്കും, അല്ലേ? കാരണം അത്രയും സാഹചര്യങ്ങൾ നമ്മൾക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾക്ക് വേണ്ടി നമ്മൾ പോലും അറിയാതെ ദൈവം ചിലതൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ചിലരെയൊക്കെ നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ പവർ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഈ ഇസ്രായേലിയ സൈന്യത്തെ, അത്രയും വലിയ സൈന്യത്തെ, അധികാരവും പവറും പദവിയും പണവും കൊണ്ടൊക്കെ നിൽക്കുന്ന ഈ വെട്ടുക്കിളി പോലെ നിൽക്കുന്ന ഈ സൈന്യത്തെ ഇവർക്ക് മുൻപിൽ ഒരൊറ്റ ദൂതനെയാണ് ദൈവം ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൂതനെ പോലെ നമ്മൾക്ക് വേണ്ടി ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ചില വ്യക്തികൾ, അതൊരൊറ്റ വ്യക്തി മതിയെന്നേ. ചിലപ്പോൾ അത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതായിരിക്കും, ചിലപ്പോൾ അതിന് വെളിയിലുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് അനുകൂലമായി നിൽക്കുന്നതായിരിക്കും. ഏതാണെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം ഒരുക്കിക്കൊള്ളുന്നേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുക. നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫാസ്റ്റിംഗ് ഇരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. ഇവർ ഞായറാഴ്ച ആരാധനയെ തടയാൻ വന്നു. എന്നാൽ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ എന്ന് പ്രഖ്യാപിച്ച് നോക്കിക്കേ. ഒരു ഫാസ്റ്റിംഗ് പ്രെയറും തടയാൻ ഇവർ വരത്തില്ല. കാരണം എന്താ?
പറ്റത്തില്ല. അവരെ ദൈവം അന്ധത പിടിപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് തിരിച്ചറിയുക, നമ്മൾക്കെതിരെ ഏതൊക്കെ പ്രബലരായ വ്യക്തികളും ശക്തികളും എഴുന്നേറ്റാലും അതിനെയൊക്കെ ഒരൊറ്റ നോട്ടം കൊണ്ട് അതിൻ്റെ രഥചക്രങ്ങളെ തെറ്റിക്കുന്ന ഒരൊറ്റ ദൂതനെ ഇറക്കി അതിനെ അടക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ ആശ്രയിക്കുക, മുട്ടുമടക്കുക, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരയുക. നമ്മൾ മീഡിയക്കാരുടെ മുൻപിൽ കരഞ്ഞും കോമാളി വേഷം കെട്ടി നിൽക്കേണ്ടവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ കരയുക, മുട്ടുമടക്കുക, പാവിരിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുമടക്കുക, കരയുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അപ്പോൾ അതിൻ്റെ മുൻപിൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ നമ്മുടേതായ വഴിക്ക് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ, നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തോണം. നമ്മളുടെ നിസ്സഹായാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ശക്തനായ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തോണം. ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ദൂതനെ നമ്മൾക്ക് വേണ്ടി ഇറക്കും, നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. അല്ലാതെ മീഡിയക്കാരുടെ അടുത്ത് നമ്മൾ വെല്ലുവിളിക്കാനൊന്നും പോകണ്ട. ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്നത് പ്രതികരിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നിയമപരമായി നീങ്ങേണ്ട വിഷയങ്ങൾ നിയമപരമായിട്ടൊക്കെ നീങ്ങേണ്ടത് നീങ്ങുക. അതൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടേ കാലെടുത്ത് വയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകും. ചില തൂമ്പാവ് കൊണ്ട് സൂചി കൊണ്ട് എടുക്കേണ്ട വിഷയങ്ങൾ ചിലപ്പോൾ തൂമ്പാവ് കൊണ്ട് എടുക്കേണ്ട സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ വരാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവത്തിന് 100% കീഴടങ്ങിയിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതല്ല. നമ്മളുടെയൊക്കെ ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചു. ആ ദൈവം ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ആ ദൈവം കണ്ണടയ്ക്കത്തില്ല കേട്ടോ. ഓർക്കുക, എന്താ വചനം, എന്താ? ഉന്നതനമീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു എന്ന് വെച്ചാൽ ഏത് പവറും കൊണ്ടും ഏത് അധികാരം കൊണ്ടും ആരൊക്കെ എഴുന്നേറ്റാലും അവർക്ക് മീതെ ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഇവർ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ ഫറവോൻ വന്നിട്ട് എന്താ പറഞ്ഞു? ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ വെട്ടും. ഇത് വല്ലതും നടന്നോ? ഇല്ല. എന്താ സംഭവിച്ചത്? അവൻ്റെ ജീവനേ അവിടെ തീർന്നുപോയി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ദൈവത്തെ വെല്ലുവിളിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് പിന്നെ വെല്ലുവിളിക്കാൻ നാളെ അവരുണ്ടാകണമോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കും? ദൈവം തീരുമാനിക്കും. അതൊന്നും നമ്മളുടെ വിഷയമല്ല. നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള റൈറ്റ്സും ഇല്ല. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയും വേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവമേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ, എനിക്ക് വേണ്ടി ഒന്ന് നീതി നടത്തി തരണമേ, അങ്ങ് എനിക്ക് വേണ്ടി അങ്ങയുടെ ദൂതനെ ഒന്ന് ഇറക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങുക തന്നെ ചെയ്യും. ഓർക്കുക, വിഷയങ്ങളുടെ കാഠിന്യത്തിനനുസരിച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകുകയും വേണം കേട്ടോ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.